എല്ലാവർക്കും നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നൈറ്റിൽ ഫുഡ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. നൈറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രാത്രിയിലത്തെ ഭക്ഷണത്തിന് കുറച്ചൊരു മാറ്റങ്ങളൊക്കെ വരുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ രാത്രിയിൽ സൂചി ഗോതമ്പിൻ്റെ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. സൂചി ഗോതമ്പെന്ന് പറയും, നുറുക്ക് ഗോതമ്പെന്ന് പറയും, പല സ്ഥലങ്ങളിലും പല പേരാ പറയുക. എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഇഷ്ടമുള്ള, ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അതായത് ഒരു 80-90 കാലഘട്ടങ്ങളിൽ പഠിച്ച കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവുമായിരിക്കും ഈ സംഭവത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പം ഞാൻ പഠിക്കുന്നത് കോട്ടയത്ത് പാക്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത്, അറക്കൽപ്പടിക്കൽ, ഇപ്പോൾ CMS എന്നാണ് എൻ്റെ പേര്, പക്ഷേ അറക്കൽപ്പടിക്കൽ എന്നാണ് അന്ന് പറയുന്ന ആ സ്കൂളിൻ്റെ പേര്. അപ്പോൾ ആ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കിട്ടിയിരുന്ന ഒരു ഫുഡാണിത്. അത് ഉണ്ടാക്കി തരുന്ന ദേവകിയമ്മ എന്ന് പറഞ്ഞിട്ടൊരു അമ്മയുണ്ടായിരുന്നു. ഭയങ്കര സുന്ദരിയായിട്ട് ചിരിക്കുന്ന, നല്ല സ്നേഹമുള്ള ഒരു അമ്മയുടെ ഭയങ്കരമായ ഒരു ഓർമ്മയുണ്ട ഒരു ഫുഡാണ്. പക്ഷേ അത് ഈ പറയുന്ന പോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും അർത്ഥമല്ലാതെ ഉണ്ടാക്കുക, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ടേസ്റ്റാണ് ആ സൂചി ഗോതമ്പിൻ്റെ ഉപ്മാവിന്. അപ്പോൾ അതിന് ശേഷം നമ്മൾ പലപ്പോഴും വീടുകളിൽ ഇതുണ്ടായി, എപ്പോഴും ഞാനിത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇതിനെപ്പറ്റി ഭയങ്കര നെഗറ്റീവായിട്ട് പറയുന്ന കമൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് അംഗങ്ങളുള്ള വീടുകളിൽ മക്കളൊക്കെ ഉള്ളപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഫുഡ് തികയാതെ വരുമ്പോൾ ഇതുപോലെ സൂചി ഗോതമ്പിൻ്റെ ഉപ്മാവ് ഉണ്ടാക്കി ദിവസം കഴിക്കണ ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു എനിക്ക് പരിചയമുള്ള ചേച്ചി എപ്പോഴും പറഞ്ഞു, അവരുടെ വീട്ടിൽ എപ്പോഴും ആ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടക്കേടാണ് അപ്പോൾ സൂചി ഗോതമ്പെന്ന് പറയുമ്പോൾ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര രുചിയുള്ളൊരു ഫുഡായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതും. പക്ഷെ അതിനെക്കഴിഞ്ഞും അപ്പുറം ഈ ഓരോ പ്രാവശ്യം ഇത് കഴിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് ആ രുചിയാണ്, പണ്ടത്തെ ആ രുചിയാണ് കയറി വരിക. അപ്പോൾ ആ നാക്കിൻ്റെ തുമ്പത്ത് ആ രുചി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര അപ്പോഴും ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്, എപ്പോഴും എനിക്കിഷ്ടമാണ് സൂചി ഗോതമ്പ്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഒരു ഉപ്മാവാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, ഈസിയാണ്. ഇത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, തുടക്കം പറഞ്ഞു, എനിക്ക് ഭയങ്കര നൊസ്റ്റുമായിട്ടുള്ള, എനിക്ക് കുറേ നല്ല സൗഹൃദങ്ങൾ ഓർമ്മ വരും. രഞ്ജി, ദീപു, രതീഷ്, അങ്ങനെ കുറേ സൗഹൃദങ്ങൾ ഓർമ്മ വരും ഇതിനെ കണ്ട് ഈ സൂചി ഗോതമ്പിൻ്റെ ഉപ്മാവിനെ സംബന്ധിച്ച് പറയും. കാരണം അവരൊക്കെ എനിക്ക്, നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതുകൊണ്ട്, ഇത് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് കിട്ടില്ല. സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്കാണ് ഇത് അന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെ ദീപു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, അവൻ എന്ത് ചെയ്യും, ഇത് മേടിച്ചിട്ട് വട്ടയിലൊക്കെ പൊതിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുതരും. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇത് വാരി തിന്നോണ്ടാണ് പോണത്. അവന് കൊടുക്കുന്ന ഭക്ഷണമാണ്, അവന് ഉച്ചയ്ക്കത്തേന് കഴിക്കണ ഭക്ഷണമാണ് ഞങ്ങൾക്കൊക്കെ തന്നു വിടുന്നത്. ഞങ്ങളത് പോകുന്ന വഴിക്ക് കുറേശ്ശെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുക. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര നൊസ്റ്റുമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. കുറേ നല്ല സൗഹൃദങ്ങളുടെ, കുറേ നല്ല ബാല്യകാലത്തിൻ്റെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയൊക്കെ ഓർമ്മിക്കുന്ന ഒരു വലിയ, എൻ്റെ സ്കൂളിനെ, എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ സ്കൂളിനെ, എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെ, തങ്കമ്മ ടീച്ചർ, പൊന്നമ്മ ടീച്ചർ, മേരി ടീച്ചർ, അങ്ങനെ കുറേ ടീച്ചേഴ്സിനെയൊക്കെ മനസ്സിൽ, ദേവകിയമ്മ എന്ന് പറഞ്ഞിട്ടുള്ള അമ്മ അത്രയും സ്നേഹത്തോടെ അമ്മ ഫുഡ് എല്ലാ മക്കൾക്കും കൊടുക്കുന്നത്. ആർക്കും ഒന്നും തികയാതെ വരത്തില്ല, എല്ലാവരും ഒരേ ഹാപ്പി മൈൻഡിൽ അങ്ങനെയാണ് ആ ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും എഴുന്നേക്കുക. അപ്പോൾ അത് ഒരുപാട് നല്ല ഓർമ്മകൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ എത്തിക്കുന്ന ഒരു ഫുഡാണിത്, ഈ സൂചി ഗോതമ്പിൻ്റെ ഉപ്മാവ്. അപ്പം പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം അത് പരിചയപ്പെടുത്താം. ഓക്കെ. സൂചി ഗോതമ്പിൻ്റെ ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് ആദ്യം സൂചി ഗോതമ്പ് തന്നെ വേണം അല്ലേ. ഇത് ഞാൻ 1/2 കിലോയുടെ സൂചി ഗോതമ്പാണ് എടുത്തിരുന്നത്. 1/2 കിലോയുടെ സൂചി ഗോതമ്പിൻ്റെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നോർമലി ഇത് പല രീതിയിലുണ്ടാക്കും. ചിലർ ഇത് നന്നായി കഴുകി അല്ലെങ്കിൽ കുതിർത്ത് വെച്ചിട്ട് അപ്പച്ചമ്പിനകത്ത് വെച്ച് ആവി കയറ്റി ഉണ്ടാക്കുന്നവരുണ്ട്. ചിലർ നന്നായി കഴുകി കുതിർത്ത് നല്ലതായിട്ടൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ സാധാരണ കടുക് താളിച്ചുണ്ടാക്കുന്ന രീതിയുണ്ട്. പക്ഷേ ഇത് ഞാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാദ്യം വേണ്ടത് സൂചി ഗോതമ്പ് വേണം. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് ചുവന്നുള്ളിയും കരിവേപ്പിലയാണ് വേണ്ടത്. അപ്പോൾ ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ സവോള എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് കരിവേപ്പില, ഇത്രയല്ല കേട്ടോ, ഇതിച്ച് കുറച്ചുകൂടെ കൂടുതൽ കരിവേപ്പില വേണം, ഇഞ്ചി വേണം, പിന്നെ പച്ചമുളക് വേണം, ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അധികം ഒന്നും വേണ്ട, വെളിച്ചെണ്ണ നോർമലായിട്ടുള്ള സാധാരണ രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഈ സൂചി ഗോതമ്പ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഓക്കെ. നമ്മുടെ സൂചി ഗോതമ്പ് നന്നായിട്ട് കഴുകി വാരി നമ്മൾ കുക്കറിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്.
പാകത്തിന് വെള്ളം ഒഴിച്ചു, ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിനകത്ത് ഇത് വേവിച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചു. ഒരല്പം ഉപ്പൂടെ ചേർക്കണേ. ഒരല്പം ഉപ്പ് ഒഴിച്ചു. ഇത് പരസ്പരം ഒന്ന് കുഴഞ്ഞു പോകാതിരിക്കാൻ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർക്കുക കേട്ടോ, ലേശം. ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് അടച്ച് കുക്കറിനകത്ത് ഒരു വിസിൽ വരുന്ന ഇതിൽ നമ്മൾ അടച്ച് വേവിക്കണം. അപ്പോൾ കുക്കറിൽ നമ്മൾ സൂചി ഗോതമ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഒരു വിസിൽ അടിക്കുമ്പോഴത്തേക്കിനും നമുക്ക് എന്ത് ചെയ്യണം, അത് ആ സംഭവം വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് സവോള, ഇഞ്ചി, പച്ചമുളക്, ഇതൊക്കെ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഓക്കെ. ഇപ്പോൾ സൂചി ഗോതമ്പ് ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അത് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. അതിന് ശേഷം ഗ്യാസ് അടുപ്പിൽ ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ച് തീ വെച്ച് ഗ്യാസ് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മളിത് ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുക്കുക, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗം കുറച്ച് കുറയ്ക്കുക. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ കടുക് താളിക്കാം. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കടുക് ഇടുകയാണ്. കടുക് താളിക്കാനായിട്ട് സാധാരണ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും വേണം. കടുക് വേണം, വറ്റൽമുളക് വേണം, കരിവേപ്പില, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വേണം. അപ്പോൾ കടുക് ഇട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവോള, ചുവന്നുള്ളി, കരിവേപ്പില ഇത്ര ഇടുകയാണ് കേട്ടോ. കടുകെല്ലാം പൊട്ടി നല്ലതായിട്ട് അതിലേക്കാണ് ഇതൊന്ന് വാടാനായിട്ട് ഒരല്പം ഉപ്പ് പൊടിയും കൂടെ ആഡ് ചെയ്യുകയാണ്. അല്പം മതി കേട്ടോ, ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് വെച്ചതാണ്, അതുകൊണ്ടാണ്. അപ്പം മുളകിൻ്റെ കുത്തലൊക്കെ വരും, ചെറുതായിട്ടൊക്കെ ചുമയൊക്കെ ഉണ്ടാവും. എന്നാൽ സാരാക്കണ്ട, നന്നായി ഇളക്കി കൊടുക്കുക. ഒരു വാടിയായി. ഓക്കെ. ഇതിങ്ങനെ ഈ ഉപ്മാവ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് സൂചി ഗോതമ്പിൻ്റെ ഉപ്മാവ് എപ്പോൾ കഴിച്ചാലും എനിക്ക് എൻ്റെ സ്കൂളിലെ ലൈഫ് തന്നെയാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും ഓർമ്മ വരാറുണ്ട് കേട്ടോ. അതിൽ ഈ സൂചി ഗോതമ്പ് ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടി ഷെയർ ചെയ്തേക്കുന്നത് ദീപു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദീപു പി തങ്കപ്പൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്ന ഒരാളാണ്. അങ്ങനെ കുറേ സൗഹൃദങ്ങളുണ്ട്. രഞ്ജി, ദീപു, സുമി, അങ്ങനെ കുറേ സൗഹൃദങ്ങളുണ്ട് കേട്ടോ. ത്യാഗി, ഇതെല്ലാവരും എൻ്റെ കൂടെ പഠിച്ച എല്ലാ കുട്ടികളും എനിക്ക് അന്നേരം മനസ്സിൽ ഓർമ്മ വരും. കാരണം ഇത് സൂചി ഗോതമ്പ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെയല്ല, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ ജീവിതം തന്നെയാണ്. അതായത് LP സ്കൂൾ. ഇപ്പോൾ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് അവരുമായിട്ടുള്ള കോണ്ടാക്ട് ചെയ്യാനൊക്കെ. അപ്പോൾ എപ്പോഴും സൗഹൃദങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുക, നല്ല സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നോക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും എല്ലാവരും കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂടിയാണ് ഇന്നത്തെ എൻ്റെ നൈറ്റിലെ ഫുഡ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുക. ദേവകിയമ്മേനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ജീവിതത്തിൽ, ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന്. ഇപ്പം ഞാനിത് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം കാണുവാണെങ്കിൽ അവർ ഉറപ്പായിട്ടും ദേവകിയമ്മേനെ ഓർക്കും. കാരണം ദേവകിയമ്മ ചിരിക്കുന്ന നല്ല സൗന്ദര്യം, ചിരിക്കുന്ന കാണാൻ നല്ല സുന്ദരമായി ചിരിക്കുന്ന ഒരാളായിരുന്നു ദേവകിയമ്മ. അപ്പം ദേവകിയമ്മേനെ അവർ നന്നായിട്ട് ഓർക്കും. അവർക്കൊക്കെ ഒരുപാട് മനസ്സിൽ നല്ല നല്ല ഓർമ്മകളുണ്ടാവും ഇത് കേൾക്കുമ്പോൾ. അത്രയും സന്തോഷമുള്ള ഒരാളായിരുന്നു അമ്മ. സ്കൂളിനടുത്ത് തന്നെയാണ് അമ്മയുടെ വീടും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടി വരും. നിമിഷം എന്തെല്ലാം ഭയങ്കര സ്പീഡിലാണ് ചെയ്യുന്നത്, ധൃതി പെട്ടെന്നെല്ലാം ചെയ്ത് നിമിഷനേരം സ്കൂൾ ഉച്ചയുടെ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഇതിൻ്റെ അന്നുണ്ടാക്കുന്ന ആ ഫുഡിൻ്റെ സ്മെല്ല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിന് ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല. ഇപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ആവശ്യത്തിന് ഇഞ്ചിയും ആവശ്യത്തിന് വെളുത്തുള്ളി ആവശ്യത്തിന് എണ്ണ എല്ലാം ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇതിന് അന്നത്തെ ആ ഫുഡിനകത്ത് ഒന്നും ആവശ്യത്തിന് കാണത്തില്ല. പക്ഷേ അതിൻ്റെ രുചി നമുക്ക് ഒരിക്കലും ഇതിനകത്ത് എത്തിക്കാൻ സാധിക്കത്തില്ല കേട്ടോ. നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്യാവേ. ഒരു നുള്ളു മതി കേട്ടോ. ഒരല്പം മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം.
നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സൂചി ഗോതമ്പ് ഞാൻ ഇടുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ നല്ല കറക്റ്റ് പാകത്തിനായിരുന്നു, നല്ലതായിട്ട് വെന്തു. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം, കാരണം ഇതിനകത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് തന്നെ ഉപ്പ് ഒന്നുകൂടെ ഒന്ന് നല്ലതായിട്ട് നോക്കിയതിന് ശേഷം മാത്രം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതിനകത്ത് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. നമ്മളിട്ട് ചുവന്നുള്ളി സവോള എല്ലാം കൂടെ ചേർത്ത് കടുക് താളിച്ചതിനകത്ത് നമ്മൾ സൂചി ഗോതമ്പ് വേവിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അടികൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ ഇത് ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ കേട്ടോ. നല്ലതായിട്ട് വെന്ത് കേട്ടോ. പണ്ടൊക്കെ ഞാനിത് വെക്കുന്നത് ഒറ്റ സമയം, ചിലപ്പം നല്ല മുഴുത്ത നുറുക്ക് ഗോതമ്പാണെങ്കിൽ നല്ലതായിട്ട് ഒരു 4-5 മണിക്കൂർ ഞാനത് കുതിർക്കാൻ വെള്ളത്തിൽ ഇട്ടിട്ടൊക്കെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതിങ്ങനെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇത് വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ എന്നാ നേരെ എടുത്തു കഴുകി വാരി കുക്കറിലിട്ട് ഒരു വിസിലടുപ്പിച്ചു. കടുകും സവോളയും ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ വറ്റൽമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. നമ്മുടെ വൈകിട്ടത്തേക്കിനുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാം നിർത്തും. അപ്പോൾ വൈകിട്ടത്തേക്കിനുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊക്കെ മിക്സ് ചെയ്തു. ഈ റവയുടെ ഉപ്മാവായാലും സൂചി ഗോതമ്പിൻ്റെ ഉപ്മാവായാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ തെറിച്ച് വീഴും. അത് എൻ്റെ മാത്രം കുഴപ്പമാണോ നിങ്ങൾക്കൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ. സൂചി ഗോതമ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിലൊരല്പം ഉപ്പിൻ്റെ പോരായ്ക ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാനൊന്ന് ചേർത്തിട്ടുണ്ട്. ചേർത്ത് ഞാനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇത് നോക്കുക ഇങ്ങനെ. ഇനിയും നല്ല വീഡിയോസുമായിട്ട് വരാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.